12-ാം അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ ആരാ വായിക്കുക? പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുൻപേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. താങ്ക് യു പുഷ്പ. ഈ 11-ാം അധ്യായത്തില് നമ്മൾ എന്തായിരുന്നു പറഞ്ഞേ? മറന്നുപോയില്ലേ? ഒരുപാട് നാൾ മുന്നേ നമ്മൾ പറഞ്ഞത്. പരീക്ഷ വരുന്നുണ്ടേ. ഓക്കെ, 11-ാം അധ്യായത്തിൽ നമ്മൾ പറഞ്ഞത് കഷ്ടപ്പാടിനെ കുറിച്ചാണ്. നമ്മൾ കഷ്ടപ്പെടുന്നത് എന്തിനാണ്, കഷ്ടപ്പെടുന്നതിന്റെ അർത്ഥം എന്താ, അങ്ങനെയൊക്കെ നമ്മൾ 11-ാം അധ്യായത്തിൽ പറഞ്ഞു. കണ്ണാടി വെച്ചേക്കണേ കണ്ണാടി ഞാൻ കേട്ടില്ല. ഓക്കെ, എന്നോടെല്ലായിരിക്കും പറഞ്ഞു, സാരമില്ല. അപ്പം 11-ാം അധ്യായത്തിൽ കഷ്ടപ്പാടിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ നമ്മൾ അതോറിറ്റിയെ കുറിച്ചും ഒക്കെ പറഞ്ഞു. എന്നാൽ ഇപ്പം പറയാൻ പോകുന്നത് കഷ്ടപ്പാടിനെ കുറിച്ചാണ്. എന്താണ് കഷ്ടപ്പാട്? കഷ്ടപ്പാടിൽ ശക്തി ഉണ്ടോ ഇല്ലയോ? നമ്മൾ സഫറിങ്ങിനകത്ത് ശക്തി ഉണ്ടോ ഇല്ലയോ? സഫറിങ്ങിൽ കൃപയുണ്ടോ ഇല്ലയോ? അപ്പോൾ കൃപ എന്ന് പറഞ്ഞാൽ എന്താണെന്ന വാക്ക് നമ്മൾ നേരത്തെ തന്നെ ഒരു തവണ ഒന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കൃപ. അപ്പം ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പം ആദ്യം തന്നെ ഈ നമുക്കാർക്കും കഷ്ടപ്പെടുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നമ്മുടെ കൺസെപ്റ്റ് ഇല്ല എന്നുള്ള ഒരു ചിന്ത ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു അപ്പോസ്തോലൻ ആരായിരിക്കണം, എന്താണ് അപ്പോസ്തോലത്വത്തിൻ്റെ അർത്ഥം, അപ്പോസ്തോലത്വത്തിന് എന്താണ് ഒരു വാല്യൂ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവം എന്തിന് കഷ്ടപ്പാട് അനുവദിക്കുന്നു, അതാണ് രണ്ടാമത്തെ ചോദ്യം. ദൈവം എന്തിന് കഷ്ടപ്പാട് അനുവദിക്കുന്നു? നമുക്കിപ്പോൾ അതേ ചോദ്യം ചോദിക്കാമല്ലോ, എന്തിനാണ് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്ന് ഈ ചോദ്യം ചോദിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കാരണം കഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഇല്ല, എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്. പണ്ട് സിനിമയ്ക്കകത്ത് ഇന്നസെന്റ് ചോദിച്ച പോലെ, എൻ്റെ കർത്താവേ, അല്ല എൻ്റെ മാതാവേ, ഇവന്മാരുടെ ഇടയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താതെ ഇവന്മാരെ അങ്ങ് വിളിച്ചോണേ എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് എത്ര ക്ലവറായിട്ട് അവതരിപ്പിച്ചതെന്ന് ആലോചിക്കണേ. അപ്പോൾ എന്താണ് കഷ്ടപ്പാടിൻ്റെ അർത്ഥം, അതാണ് ഇന്ന് നമ്മൾ. അപ്പം ഇവിടെ തുടങ്ങുന്നത് തന്നെ പ്രശംസിക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, എങ്കിലും അത് ആവശ്യമായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പം വെളിപാടുകളെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചും ഞാൻ പറയുവാൻ പോകുന്നു. അപ്പം ഇത് കേൾക്കുമ്പോഴത്തേന് ഇമ്മീഡിയറ്റ്ലി നമ്മൾ വിചാരിക്കാൻ പോകുന്ന വെളിപാടിൻ്റെയും ദർശനത്തിൻ്റെയും അർത്ഥത്തെക്കുറിച്ചും അല്ലെങ്കിൽ ചില രഹസ്യങ്ങൾ നമ്മളോട് പറയാൻ റെഡിയായിട്ടിരിക്കുകയാണെന്നുള്ള ധാരണയ്ക്കാണ് നമ്മൾ ഇരിക്കുന്നത്. സത്യത്തിൽ രഹസ്യമൊന്നും പറയാനല്ല പോകുന്നത്, പകരം ഈ വെളിപാട് എനിക്കുണ്ടായി എന്നുള്ളത് കൊണ്ട് ഞാൻ വലിയ മിടുക്കനാണ് അല്ലെ മിടുക്കിയാണ് എന്ന് പറയാനല്ല, പകരം വെളിപാടുണ്ടായിരിക്കുന്നത് അത് കഷ്ടപ്പാടിൻ്റെ അർത്ഥത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കി തരുന്നതിനാണ് എന്നാണ് പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് പറയുന്നതിനകത്തുള്ളൊരു ഒരു ഡിക്കോട്ടമി മനസ്സിലാവുന്നുണ്ടോ? വെളിപാട്, നമ്മൾ പലപ്പോഴും പറയുന്നത്, എനിക്ക് വെളിപാടുണ്ടായി അതുകൊണ്ട് ഞാൻ കേമൻ, എനിക്ക് വെളിപാടുണ്ടായി അതുകൊണ്ട് ഞാൻ ശ്രേഷ്ഠൻ, അങ്ങനെയൊക്കെ പറയാൻ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇവിടെ നേരെ തിരിച്ച പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് വെളിപാടുണ്ടായെന്നുള്ളത് കൊണ്ട് ഞാൻ ശ്രേഷ്ഠനാവുന്നില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടെ ആലോചിക്കുന്നത് നല്ലത്. വെളിപാട് ഉണ്ടാകുന്നത് ആർക്കാണ്? ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ആർക്കാണ്? മിസ്റ്റിക്കലായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ മിസ്റ്റിക്കലായിട്ടുള്ള എൻകൗണ്ടേഴ്സ് ഉണ്ടാകുന്നത് ആർക്കാണ്?
നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ദൈവവുമായിട്ട് അടുത്തിരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ദിവ്യ ദൃഷ്ടിയിൽ അറിയാൻ പറ്റും, അങ്ങനെയൊക്കെയാ അല്ലേ? പൗലോസ് പക്ഷെ വേറൊരു അർത്ഥത്തിൽ ഇതിനെ അവതരിപ്പിക്കുന്നത്, വളരെ വ്യത്യസ്തമായ ഒരു അർത്ഥത്തിൽ അവതരിപ്പിക്കുന്നത്. ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ എനിക്കറിയാം. 14 സംവത്സരം മുമ്പ് അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. അവൻ അവിടെ പല കാര്യങ്ങൾ സംസാരിച്ചു, കേട്ടു. അത് ശരീരത്തിലാണോ ശരീരം ഇല്ലാതെയാണോ എന്ന് ഞാൻ അറിയുന്നില്ല. ദൈവം മാത്രം അറിയുന്നു. അവൻ അവിടെ മനുഷ്യന് ഉച്ചരിച്ചു കൂടാത്തതും അങ്ങനെയുള്ള വാക്കുകളെ കേട്ടു എന്നും ഞാൻ അറിയുന്നു. അപ്പം അത് പൗലോസിനെ കുറിച്ചുള്ള പൗലോസിന്റെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇതെന്താണ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല. എൻ്റെ മനസ്സിലുള്ള ഒരു ഊഹം ഞാൻ പറയാം. ഇത് ഊഹമാണ്, അതിന് വാലിഡിറ്റി ഒന്നുമില്ല കേട്ടോ. പരിശുദ്ധ പൗലോസ്ലീഹ യേശുക്രിസ്തുവിനെ കണ്ട ഒരു 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 അനുഭവം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ദമസ്കോസിന്റെ പടിവാതിൽക്കൽ നേർവീഥി എന്ന് പറയുന്ന തെരുവിൽ വെച്ച് യേശുക്രിസ്തുവായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായത് നമുക്കറിയാലോ അല്ലേ? ആ എൻകൗണ്ടറിൽ എന്തായിരുന്നു സംഭവിച്ചത്? 3 ദിവസം പുള്ളിക്ക് മിണ്ടാൻ വയ്യാതെയും കണ്ണ് കാണാൻ വയ്യാതെയും ഇരുന്നു. അവിടെ എന്താ സംഭവിച്ചത്? 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ മനുഷ്യൻ ഉച്ചരിക്കാൻ പാടില്ലാത്ത പല സംഗതികളും സംഭവിച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചേ, പൗലോസിനുണ്ടായി എന്നാണോ പറയുന്നേ? എനിക്കൊരു മനുഷ്യനെ അറിയാവുന്നേ പറഞ്ഞുള്ളൂ. എനിക്കൊരു മനുഷ്യനെ അറിയാം. അത് പൗലോസാണ് ആ മനുഷ്യൻ എന്ന് പൗലോസ് പറയുന്നില്ല. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ആത്മീയ അനുഭവങ്ങളെ മറ്റൊരാളോട് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതെന്തിനാണ് അവതരിപ്പിക്കുന്നത്? ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു പശ്ചാത്തലം കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഈ സാക്ഷ്യം പറയുക എന്നും പറഞ്ഞ് പല ആളുകളും പലതും പറയുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമ്മുടെ സഭയിൽ ഇങ്ങനെ സാക്ഷ്യം പറയുന്നതിന് നമ്മളതിന് ഒരുപാട് പ്രോത്സാഹിപ്പിക്കാറില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നതും പരിശുദ്ധ പൗലോസ്ലീഹയുടെ ഈ എഴുത്തുകളിൽ വളരെ എവിഡൻ്റ് ആയിട്ടുണ്ട്. കാരണം എന്തിനാണ് സാക്ഷ്യം പറയുന്നത്? സാക്ഷ്യം പറയുന്നതിനകത്തുള്ള അത് കേട്ടാൽ അനേകരുടെ വിശ്വാസം വർദ്ധിക്കുമെന്നാണ് ആ പറയുന്ന ആളുകൾ അതിന് ലോജിക്കായിട്ട് പറയുന്നത്. പക്ഷേ വിശ്വാസം വർദ്ധിക്കുന്നതിൽ കൂടുതൽ പറയുന്ന ആളുടെ പുകഴ്ച വർദ്ധിക്കുന്നതാണ് എങ്കിൽ അത് പറയുന്ന ആൾക്ക് വലിയ കാര്യമായ ഉപകാരമൊന്നും ഉണ്ടാക്കുന്നില്ല, കേൾക്കുന്നവർക്കും വലിയ ഉപകാരം ഉണ്ടാകുന്നില്ല. അന്നേരം അവിടെ ഒരു ഫാൻഫെയർ ഉണ്ടാക്കി ഒരു ഫാൻറ്റസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കഴിഞ്ഞിട്ട് അപ്പുറത്തൊന്നും വലിയ അത്ഭുതമില്ല. അതുകൊണ്ട് പൗലോസ് ഈ പറഞ്ഞ അനുഭവത്തെ തേർഡ് പേഴ്സണിലാണ് പറയുന്നത്. എനിക്കൊരാളെ അറിയാം, അത് ആരാന്ന് ഞാൻ പറയുന്നുമില്ല. ഇപ്പം നമ്മൾ ഈ അനുഭവങ്ങളെക്കുറിച്ച് ആളുകളോട് പറയുന്നതിൻ്റെ ലക്ഷ്യമെന്ത്? ആളുകളുടെ ആത്മീയ വർധന വരിക എന്നുള്ളതാണോ? എൻ്റെ പുകഴ്ച വർദ്ധിക്കാൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ലൈക്കും ഷെയറും വർദ്ധിപ്പിക്കാനാണോ? ഇത് സീരിയസ് ആയിട്ട് നമ്മൾ ചോദിക്കേണ്ട ഒരു സംഗതിയാണ്. മറ്റൊരു സംഗതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറഞ്ഞ സംഗതി തന്നെ വളരെ ഡ്രമാറ്റിക്കായിട്ട് അവതരിപ്പിക്കാൻ നോക്കുമായിരുന്നു അല്ലേ? ഞാനിങ്ങനെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ആ ഉറങ്ങിയ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു ദർശനമുണ്ടായി. ആ ദർശനത്തിൽ ഞാൻ പതുക്കെ ഒരു വാതിലിൻ്റെ മുമ്പിലേക്ക് വന്നു. ആ വാതിൽ ഞാൻ എൻ്റെ കൈ നീട്ടി അത് തുറക്കാനായിട്ട് അതിൻ്റെ വാതിലിൻ്റെ പിടിയിലേക്ക് പിടിക്കുന്നതിന് മുമ്പ് തന്നെ പിടിക്ക് മഞ്ഞ നിറമായിരുന്നു. ആ മഞ്ഞ നിറം ഞാൻ അതിലേക്ക് തൊട്ടപ്പോൾ തന്നെ അത് ചുവന്ന നിറമായിട്ട് മാറി. ആ ചുവന്ന നിറമായി മാറിയ പിടിയിൽ ഞാൻ വിരൽ തൊട്ടപ്പോൾ എൻ്റെ വിരൽ അവിടെ ഒട്ടിപ്പോയി. വിരൽ അനങ്ങുന്നുണ്ടായില്ല. ഞാൻ ഒരു വിധത്തിൽ മറ്റേ കൈ കൊണ്ട് പിടിച്ച് തിരിച്ചു. അപ്പോൾ എൻ്റെ കർത്താവിൻ്റെ സ്ലീബ ഞാൻ വരച്ചു, വിരലുകൊണ്ട് പിടിയിൽ വരച്ചു. അപ്പോൾ എൻ്റെ കൈ വിടുവിക്കപ്പെട്ടു. ഇങ്ങനെയൊക്കെ വേണേൽ നമുക്ക് വർണ്ണിക്കാം. പൗലോസ് ഒരു വർണ്ണനയും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ജസ്റ്റ് ഇത്ര മാത്രം: 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോട് കൂടിയോ ശരീരം കൂടാതെയോ എന്ന് എനിക്കറിയാൻ വയ്യ.
എക്സെപ്ഷണലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതിയാണ്. നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ ഈ വിധത്തിൽ വ്യാഖ്യാനിച്ച് ആളുകളോട് പറഞ്ഞ് ആളുകളുടെ ഫെയ്ത്ത് വർദ്ധിപ്പിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ അതിലപ്പുറത്ത് നമ്മുടെ ഫെയ്ത്ത് വർദ്ധിക്കാനുള്ള ഒരുപാട് മറ്റു മാർഗങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം. അതായത് സ്വന്തമായിട്ട് നമ്മുടെ ഈഗോ ഇൻഫ്ലേറ്റ് ചെയ്യാതെ, ഈ എക്സ്പീരിയൻസുകൾ അല്ല നമ്മുടെ ഐഡന്റിറ്റി എന്ന് നമ്മൾ തിരിച്ചറിയണം. അതായത് നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ തിരിച്ചറിയേണ്ടത് നമ്മുടെ ഐഡന്റിറ്റി എക്സ്പീരിയൻസിൽ അല്ല, പകരം യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മുടെ ഐഡന്റിറ്റി ഇരിക്കുന്നത്. യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുന്നത്. Am I making sense? ഞാൻ പറയുന്നതിന്റെ അർത്ഥം പിടികിട്ടുന്നുണ്ടോ? യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ദൈവം തമ്പുരാൻ നമുക്ക് തന്ന എക്സ്പീരിയൻസ് ആണ്. ഇതേപോലെയുള്ള എക്സ്പീരിയൻസ് ലോകത്തെ എല്ലാ മനുഷ്യർക്കും സാധ്യമാണ്. ദൈവം അവരോട് കരുണ ചെയ്യുന്ന സമയത്ത് ദൈവം അവർക്കത് കൊടുക്കും. അപ്പൊ നമ്മളിത് വേറൊരാളോട് പറഞ്ഞ് അവിടെ നമ്മൾ കയ്യടി മേടിക്കാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇത് പറയാനൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. ഇത്രയും വലിയ വർത്തമാനമൊക്കെ പറയുന്ന ഞാൻ ഇതേ പ്രശ്നത്തിൽ പലപ്പോഴും പെട്ടുപോയിട്ടുണ്ട്. അതായത് എൻ്റെ പുകഴ്ച ഒരു ശകലം വന്നോട്ടെ എന്ന് എവിടെയെങ്കിലുമൊക്കെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ പോലും എന്നല്ല, ആഴത്തിലും തോന്നിയിട്ടുണ്ട്. ഈ ക്ലാസ് സീരീസ് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണല്ലോ, സ്വന്തം പുകഴ്ച പറയാതിരിക്കാൻ കഴിയുന്നത് ശ്രമിക്കണമെന്ന് ഞാൻ പറയുന്ന ഒരു കാര്യമാണല്ലോ. നമ്മൾ എന്തുമാത്രം പുകഴ്ച നമ്മുടെ പറയാൻ ശ്രമിക്കുന്നോ അല്ലെങ്കിൽ പറയാൻ ഇന്റന്റ് ചെയ്യുന്നോ അത്രയും നമ്മൾ ആത്മീയതയിൽ താഴ്ന്നവരാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആത്മീയതയിൽ ഉയരും തോറും നമുക്ക് എന്ത് വേണ്ട? പുകഴ്ച വേണ്ട. ഈ പരുമല തിരുമേനി പാമ്പാടി തിരുമേനി ഒന്നും അവരുടെ ഒരു പുകഴ്ച ഒരുത്തരോടും പറഞ്ഞിട്ടില്ല. ഒരു പുകഴ്ചയും അവരാരോടും പറഞ്ഞിട്ടില്ല. അവരെ ആരും പുകഴ്ത്തേണ്ട ആവശ്യം അവർക്കില്ല. കാരണം എന്നാന്നറിയാം, ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണേ. ഈ നമുക്ക് എന്തിനാണ് സത്യത്തിൽ പുകഴ്ച? അതിൻ്റെ ഒരു സൈക്കോളജി എന്താ? നിങ്ങൾ എന്നോട് പറ, എന്തിനാണ് പുകഴ്ച? അതിന്റെ സൈക്കോളജി എന്താ? നമ്മളെ അംഗീകരിക്കണം. എന്തിനംഗീകരിക്കണം? റേച്ചലാൻഡ് ഇച്ചിരി ഉറച്ചു പറഞ്ഞു. എന്റെ ഇവിടെ വോളിയം കുറഞ്ഞിട്ടാണോന്ന് അറിയത്തില്ലല്ലോ. സോറി, എന്റെ വോളിയം കുറവാണ്. നമ്മളെ അംഗീകരിക്കണം. എന്തിനാ അംഗീകരിക്കുന്നേ? നല്ലത് ചെയ്തു അവരെ മനസ്സിലാക്കാൻ. എന്തിന്? എന്നിട്ട് അത് എന്തിനാണ്? അതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം? നമുക്ക് ഗുണമില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ മേന്മയ്ക്ക് വേണ്ടി, നമ്മുടെ പുകഴ്ചയ്ക്ക്. അതിനകത്ത് പിന്നിലൊരു സൈക്കോളജി ഉണ്ട്. ആ സൈക്കോളജി പറയട്ടെ ഞാൻ. അറിയോ? ഓക്കെ. അതിന്റെ പിന്നിലെ സൈക്കോളജി എന്താന്ന് വെച്ചാൽ, ഞാൻ ഇനഫായിട്ട് അംഗീകരിക്കപ്പെട്ട ആളാണെന്ന്, അല്ലെങ്കിൽ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ വാല്യൂ ഇനഫായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലാത്തടത്താണ് നിങ്ങൾ എന്നെ അംഗീകരിക്കണമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പണ്ടൊരിക്കൽ ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ എന്നെ സമ്മതിക്കണം. ഇല്ല, ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ എന്നെ സമ്മതിക്കണം, ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല. അത് ഞാൻ കുറഞ്ഞവനാണെന്ന് എനിക്കൊരു തോന്നലുള്ളപ്പോഴാണ് നിങ്ങളൊക്കെ എന്നെക്കുറിച്ച് അംഗീകരിക്കണമെന്നും കൈകൊട്ടണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ പൗലോസ്ലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറഞ്ഞവനാണെന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നലില്ല. പകരം അദ്ദേഹം
ദൈവസന്നിധിയിൽ ആവശ്യത്തിന് മിടുക്കനാണെന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ എൻ്റെ മിടുക്കിനെ ആരാണ് അംഗീകരിക്കേണ്ടത്? ദൈവം. ദൈവമാണ് അംഗീകരിക്കേണ്ടത്. എൻ്റെ മിടുക്കിനെ വേറെ ആരും അംഗീകരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വന്നാൽ നമ്മൾ പൊസിഷൻസിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നതിന് പകരം വ്യക്തികളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അതായത് നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത് പൊസിഷൻ അല്ല, പൊസിഷൻസിൽ നമ്മൾ ഇരിക്കുന്നതുകൊണ്ട് എന്തിന് വാല്യൂ വർദ്ധിക്കും? പൊസിഷൻസിന് വാല്യൂ വർദ്ധിക്കും. പരിശുദ്ധനായ കൈസറിയയിലെ വലിയമാർ ബസേലിയോസ് അദ്ദേഹത്തിന്റെ അനുജനായിരിക്കുന്ന ഗ്രിഗോറിയോസിനെ നിസ എന്ന് പറഞ്ഞൊരു കൊച്ചു പട്ടണത്തിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞ വാക്യതാണ്, ഒരു വലിയ പട്ടണത്തിലേക്ക് എൻ്റെ അനിയനെ അയച്ചിട്ട് ആ പട്ടണത്തിന്റെ പേരിൽ എൻ്റെ അനുജൻ അറിയപ്പെടുന്നതിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ അനുജനെ ഒരു കൊച്ചു പട്ടണത്തിലേക്ക് അയച്ചിട്ട് ആ കൊച്ചു പട്ടണം എൻ്റെ അനുജന്റെ പേരിൽ അറിയപ്പെടുന്നതാണ്. ഇന്നും നിസ എന്ന് പറയുന്ന പട്ടണം ഇന്ന് ലോകത്തില്ല, ഒരിടത്തും കാണാൻ കിട്ടുന്നില്ല. ടർക്കിയിൽ എവിടെയോ കോർണറിൽ എങ്ങാണ്ട് കിടപ്പുണ്ട്. പക്ഷേ ആ പട്ടണത്തിന്റെ പേര് ഇന്നും നിലനിൽക്കുന്നത് ആരിൽ കൂടിയാ? പരിശുദ്ധനായ ഗ്രിഗോറിയോസിൽ കൂടിയാ. ഇതൊരു വലിയ കൺസെപ്റ്റാണ് കേട്ടോ. നമ്മളിതിനെ വെറുതെ ഇതിനെ വെറുതെ നമ്മൾ അങ്ങ് കുറച്ച് കാണുന്ന ഒരു സംഗതി ആയിട്ട് എടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സമയം എടുത്ത് ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് സൈക്കോളജിയിൽ. ലോക്കസ് ഓഫ് കൺട്രോൾ. നമ്മളെ നിയന്ത്രിക്കുന്നത് പുറത്തുനിന്നുള്ളവരാണോ അതോ നമ്മളാണോ? പുറത്തുനിന്നുള്ള ഓരോ വ്യക്തി. അപ്പൊ അത് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾ എന്നോടുള്ള നിങ്ങളുടെ പ്രതികരണം മൂലമാണ് ഞാൻ എൻ്റെ വാല്യൂ ഡിഫൈൻ ചെയ്യുന്നത് എങ്കിൽ എൻ്റെ കൺട്രോള് എൻ്റെ അകത്തല്ല, പുറത്താണ്. I hope it is making sense. Am I? Does it make sense? Yes. നിങ്ങൾ ആരും ഒരു വകയും മിണ്ടുന്നില്ല. എൻ്റെ കൺട്രോള് പോകും ഇപ്പൊ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എന്നേക്ക് ഒന്ന് പറ. നമ്മൾ ഇന്ററാക്റ്റീവ് ആയിട്ട് വേണ്ടേ ഇത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് പറയുന്നത് കേട്ടോ. ഞങ്ങൾ കൺട്രോൾ ചെയ്ത് കാണാം, എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യും. അതുകൊണ്ട് എന്നെ ഒന്ന് പുകഴ്ത്ത്. തമാശ കളഞ്ഞാല് നമുക്ക് ആർക്കും ഞാൻ പറയുന്നതിന്റെ അർത്ഥം പിടികിട്ടുന്നുണ്ടോ? എനിക്കതാ ഇതാ എനിക്ക് വേറെ ഇപ്പൊ നിങ്ങൾ എന്നെ പുകഴ്ത്തൊന്നും വേണ്ട. എനിക്കിത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞാൽ മാത്രം മതി. കാരണം ദിസ് ഇസ് എ വെരി ഡിഫിക്കൽട്ട് കൺസെപ്റ്റ്. അതൊരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കൺസെപ്റ്റ്. ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് എക്സെപ്ഷണലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അത് മനസ്സിലായിട്ടില്ല എന്നുള്ളവർക്ക് ഒരു ഉദാഹരണം പറയാം. ഈ വഴിയിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേന് നമുക്ക് ദേഷ്യം വരുന്ന അങ്ങനെ ഒരു സംഗതിയുണ്ട്, അറിയാമോ? വണ്ടി ഓടിക്കുമ്പോൾ ദേഷ്യം വരുന്നു. അറിയാം. അതായത് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നു, വേറൊരാൾ നമ്മളെ പെട്ടെന്ന് കട്ട് ചെയ്താൽ ഉടനെ നമുക്ക് ദേഷ്യം. ആരെങ്കിലും നമ്മളെ ഹോങ്ക് ചെയ്താൽ നമുക്ക് ദേഷ്യം വരും. അപ്പൊ പിന്നെ അവനെ ഹോങ്ക് ചെയ്തവനെ അല്ലെങ്കിൽ ഹോങ്ക് ചെയ്ത് അവളെ നമ്മൾ ഓടിച്ച് തോപ്പിക്കണം. പിന്നെ ഇവിടെ നമ്മൾ ആവഞ്ഞ് ചവിട്ടി വലിച്ച് ബ്രേക്ക് പിടിച്ച് ചവിട്ടി ആകാവുന്ന സകല നാടകങ്ങളും ഒക്കെ കാണിക്കുക. അങ്ങനെ കാണിച്ച് കുറെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേന് ഈ മറ്റേ ആള് ചിലപ്പോൾ ചില കൈക്രിയകൾ നമ്മളോട് കാണിച്ചെന്ന് വരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? എനിക്കുണ്ട്. ഒരു കൈക്രിയ കാണിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. കുറെ നേരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അത് ഒരച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ പോയി. എനിക്ക് ദേഷ്യം വന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ എന്നിട്ട് അവനെ ഓടിച്ച് തോപ്പിച്ചു എന്നൊക്കെ ചെന്ന് ഞാൻ കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇതെല്ലാം കഴിഞ്ഞ അച്ഛൻ ചോദിച്ചു, എന്നിട്ട് ഇപ്പം എന്നാ തോന്നുന്നു? ഞാൻ പറഞ്ഞു, ഇപ്പം എന്നാ തോന്നാനായിട്ടാ? അത് വേണ്ടായിരുന്നു, ഇപ്പം തോന്നുന്നുണ്ടോ? സത്യം പറയണം. ഞാൻ പറഞ്ഞു, ഉണ്ട്, അത് വേണ്ടായിരുന്നു. അവിടെ ഈ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ ഈ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന കൺസെപ്റ്റ് ഞാൻ പഠിച്ചത് അവിടുന്ന്. എന്ന് പറഞ്ഞാൽ ആ വ്യക്തി അല്ല എന്നെ നിയന്ത്രിക്കേണ്ടിയിരുന്ന, പകരം ഞാൻ നിയന്ത്രിക്കണമായിരുന്നു. ഇത് തന്നെ നമ്മുടെ സകല ഇന്ററാക്ഷൻസിലും നമ്മൾ എടുത്തു നോക്കിയാൽ
പുകഴ്ചയുടെ ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഇത്ര ഏകദേശം 20 മിനിറ്റോളം ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുകയാണ്. ഈസ് ഇറ്റ് ക്ലിയർ? Yes, Acha. Yes, Clear. Acha. Yes, Yes. yes, Ajju. നമുക്ക് എന്താ ഇനി അടുത്ത 5-6 വാക്യങ്ങളിലേക്ക് പോകാം. ആരാ വായിക്കുന്നേ? അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും, എന്നെക്കുറിച്ചോ എന്റെ ബലഹീനതകളിലല്ലാതെ ഞാൻ പ്രശംസിക്കയില്ല. കേട്ടോ, ാലും മൂഢനാകയില്ല, സത്യമല്ലോ പറയുന്നത്. എങ്കിലും എന്നെ കാണുന്നതിനും എന്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും മീതെ ആരും എന്നെക്കുറിച്ച് നിരൂപിക്കരുത് എന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു. ഓ ദൈവമേ, എന്റെ കർത്താവ്, എന്തൊരു വലിയ എത്ര ആഴമേറിയ ഒരു എഴുത്താണ്. ആലോചിച്ച് നോക്കിയേ, ആ മനുഷ്യനെ കുറിച്ച് ഞാൻ പ്രശംസിക്കും, എന്നെക്കുറിച്ചോ എന്റെ ബലഹീനതകളിൽ അല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. ചുരുക്കം പറഞ്ഞാല് നമ്മളെക്കുറിച്ച് പ്രശംസിക്കേണ്ടത് എവിടെയാ? നമ്മുടെ കഴിവിലാണോ ബലഹീനതയിലാണോ? ബലഹീനതയില്ല. ബലഹീനതയില്ല. നമ്മളെല്ലാരും പാട്ട് പാടത്തില്ലേ? ബലഹീനതയിൽ ബലവാനായ. തിങ്ക് ഓഫ് ഇറ്റ്. നമ്മൾ ആരെങ്കിലും നമ്മുടെ ബലഹീനത ആരോടെങ്കിലും പറയുമോ? ഇല്ല. നമ്മുടെ ബലഹീനത നമ്മൾ ആരോടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കില്ലാത്ത കഴിവുകളെ ഉണ്ടെന്ന് പറയാനാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. എനിക്ക് ഇന്നത് പറ്റും, എനിക്ക് അത് പറ്റും, എനിക്ക് ഇത് പറ്റും. അങ്ങനെ പറയുന്നതിനകത്തല്ല, നമ്മുടെ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കും. ഇനി പൗലോസിന്റെ ബലഹീനതയിലേക്ക് നമ്മൾ കയറാൻ പോകും കേട്ടോ. പൗലോസ് സ്വന്തം ബലഹീനത എന്താന്ന് പറയാം. ഞാൻ പ്രശംസിക്കാൻ വിചാരിച്ചാലും മൂഢനാകുകയില്ല, സത്യമല്ലോ പറയുന്നത്. എങ്കിലും എന്നെ കാണുന്നതിനും എന്റെ വായിൽ നിന്നും കേൾക്കുന്നതിനും മീതെ ആരും എന്നെക്കുറിച്ച് നിരൂപിക്കരുതെന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു. അതായത് ജേക്കബ് മാത്യു അച്ഛനെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഇല്ലേ? ജേക്കബ് മാത്യു അച്ഛന്റെ മിടുക്ക് എന്നാ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് ഏകദേശം നിങ്ങൾക്കൊരു ധാരണയുണ്ട്. ആ ധാരണയ്ക്ക് മേളിൽ ഞാൻ നിങ്ങളോട് എന്നെക്കുറിച്ച് പുകഴ്ത്താൻ വന്നാൽ കുറച്ചു നേരമൊക്കെ നിങ്ങൾ കേൾക്കുമായിരിക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നിങ്ങൾ എന്നാ പറയാൻ വന്നേ? ഇത് പടവാ കേട്ടോ. എന്നോട് നേരിട്ട് പറയത്തില്ലായിരിക്കും, എന്നോട് ചിലപ്പം പറയുമായിരിക്കും, ഓ അങ്ങനെ അച്ഛനെ പോലെ ഇത്ര മിടുക്കനായ ഒരു മനുഷ്യൻ ഭൂമി വേറെ ഇല്ലെന്ന് ചിലപ്പോൾ പറഞ്ഞേക്കുമായിരിക്കും. അത് കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്ന എന്നാ, ഇതും പുകഴ്ത്താണെന്ന് ചിന്തിക്കാനുള്ള ബോധം എനിക്കുണ്ടാവണം. നമ്മളെ ഒരു ലിമിറ്റിൽ കൂടുതൽ ആരെങ്കിലും പുകഴ്ത്തിയാൽ അത് നമ്മളിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് നേടാനുണ്ടായിട്ടാണെന്നുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം. സോ ദിസ് ഈസ് സംതിങ്. ഇതാണ് വളരെ ആഴത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ പറയാൻ ശ്രമിക്കുന്നത്. 7-ാം വാക്യം നോക്കിക്കേ. വെളിപാടുകളുടെ ആധിക്യത്തിൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. എന്റെ അമ്മേ, എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. എന്താണ് ഈ ശൂലം എന്നുള്ളത് പ്രത്യേകിച്ച് ശൂലം എന്ന് പറയാൻ അറിയാലോ, കുത്തുന്ന സാധനം. ചില മനുഷ്യർക്ക് നടുവേദനയായിരിക്കും, ചില മനുഷ്യർക്ക് കുഡ് ബി സംതിങ്. ചില മനുഷ്യർക്ക് ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പൊങ്ങച്ചം പറയാന്ന് പറയുന്നത് ഒരു ശൂലമാണ്. ഇത് ശൂലമാണെന്ന് തിരിച്ചറിയാതിരിക്കുമ്പോഴത്തേനാ കുഴപ്പം. വേറെ ചിലർക്ക് അതെന്ത് സംഗതിയുമായിക്കോട്ടെ, എന്തുമാകാം, അതെന്തുമാകാം. ചിലപ്പം ഈ പറഞ്ഞ പോലെ പഞ്ചസാര തിന്നുക അല്ലെങ്കിൽ മധുരമുള്ള സാധനങ്ങൾ കഴിക്കുക എന്നുള്ളതായിരിക്കും ഒരാളുടെ ശൂലം. ഞാനീ പറയുന്നതൊക്കെ എൻ്റെ ശൂലങ്ങളായതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ ശൂലങ്ങളിൽ പെടുന്ന ചില സംഗതികളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മധുരം എനിക്ക് കഴിക്കാൻ പാടില്ലാത്ത സാധനമാണ്, പക്ഷേ എന്നാലും അത് കിട്ടുമ്പം രാത്രിയിൽ എൻ്റെ ഭാര്യയൊക്കെ ഉറങ്ങിക്കഴിയുമ്പോഴത്തേന് പതുക്കെ വന്ന് അവിടെ ഇരിക്കുന്ന ഒരു ചോക്ലേറ്റ് എടുത്ത് തിന്നിട്ട് പോകുന്ന പരിപാടി ഞാൻ ചെയ്യാമോ ചെയ്യാതിരിക്കാമോ?
നമ്മൾ ഇന്നാള് ഒരിക്കൽ പറഞ്ഞില്ലേ, ജോണി ജോണി യെസ് പപ്പ ടെല്ലിംഗ് ലൈസ്. നോ പപ്പ. അതാണ് ശൂലം. നുണ പറയല് ഒരു ശൂലമാണ്. അപ്പോൾ ഈ റെവലേഷൻ എന്ന് പറയുന്നത്, അല്ലെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്, നമ്മുടെ ഒരു പ്രൈഡ് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനം ആകാൻ പാടില്ല. അതിന്റെ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് താഴ്മ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ശൂലം എന്താണ്? അത് നിലനിൽക്കുന്ന ശൂലമാണ്. ഞാൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. അടുത്ത വാക്യം നോക്കിയേ. അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയെങ്കിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ലുക്ക് അറ്റ് ദാറ്റ്. ഈ ബലഹീനത അതവിടെ നിൽക്കുന്ന, അത് പോകുന്നില്ല. 2, അത് വളരെ പെയിൻഫുൾ ആയിട്ടൊരു സാധനമാണ്. ഞാനത് കർത്താവെ മാറ്റിത്തരണമെന്ന് ഞാൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. അതെന്താന്ന് എനിക്ക് എന്താന്ന് പറയുന്നുമില്ല. പൗലോസിന്റെ ശൂലം എന്താണെന്ന് പലരും ഊഹിച്ച് ഞാൻ പലതും കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ഒരിക്കലും എന്താണെന്ന് കൃത്യമായിട്ട് പൗലോസ് പറയുന്നില്ല, പറഞ്ഞിട്ടുമില്ല. പക്ഷേ അതവിടെ ഉണ്ട്. ഏഴ് സ്വർഗങ്ങളുണ്ട് എന്നൊക്കെ ഒരു കൺസെപ്റ്റ് ഗ്രീക്കുകാർക്കുണ്ടായിരുന്നു. അപ്പം അറിയാതെ നമ്മൾ പോകുന്ന എത്ര 7 സ്വർഗമുണ്ട്. അതിൽ 3 വരെ പൗലോസ് പോയി. ഞാൻ ഇതുവരെ ഒരിടത്തും പോയില്ല. അപ്പൊ പിന്നെ എനിക്ക് സമാധാനക്കേട് വരുന്നു. അങ്ങനെ ഒന്നുമല്ല. എണ്ണം സ്വർഗത്ത് എത്ര സ്വർഗത്തിൽ കയറിയെന്നൊന്നും ഇതിനൊന്നും ഒരർത്ഥവുമില്ല. ഞാൻ സൂപ്പർസോണിക് പ്ലെയിനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരർത്ഥവുമില്ല. നമുക്കുള്ള യാതൊരു ലക്ഷറിക്കും ഒരർത്ഥവുമില്ല. ഈ സംഗതി പെർസിസ്റ്റന്റ് ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതല്ല. നമുക്ക് മാത്രം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇതിന് അർത്ഥം മനസ്സിലാക്കാം. ഈ അടുത്ത സമയത്ത് ഒരാള് എന്നോട്, എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു സഹപാഠി എന്നോട് സംസാരിച്ചപ്പോഴത്തേന് എന്നോട് ചോദിച്ചു, അച്ഛൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തെ അറിയാവുന്ന എത്ര പേരുണ്ട്? പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് എന്നെക്കുറിച്ച് എല്ലാം അറിയാം എന്നങ്ങ് ആദ്യത്തെ മൂച്ചിന് കയറി ഒരു തള്ളു തള്ളി. ആ വ്യക്തി എന്നോട് ഇമ്മീഡിയറ്റ്ലി പറഞ്ഞ കാര്യം എന്താ പറയുക, അച്ഛൻ്റെ ആഴത്തിലുള്ള ആഴത്തെക്കുറിച്ച് അച്ഛൻ്റെ ഭാര്യയ്ക്ക് കൂടിപ്പോയാലൊരു 60 മുതൽ 70% വരെ അറിയായിരിക്കും. ബാക്കി 40% നോബഡി നോസ്. ഈ ഒരു 40% എന്ന് പറയുന്ന ഒരു ബഫർ, ഒരു ഗ്യാപ്പ് ഇല്ലേ, ആ ഗ്യാപ്പ് അതാണ് നമ്മൾ ശൂലം. അത് 40 എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് എന്നോട് കരുണ തോന്നിയോണ്ട് എന്നോട് 40 എന്ന് പറഞ്ഞു. ചിലപ്പോൾ അത് 70-30 ആയിരിക്കും കേട്ടോ. 70% ആർക്കും അറിയാൻ പാടില്ല, 30% മാത്രമേ അറിയാവുള്ളൂ. ഞാൻ ഇന്നൊരു ആർട്ടിക്കിൾ വായിച്ചു. അതിനകത്ത് പ്രത്യേകം പറയുന്നതാ, ഞാൻ അത് ചെയ്യാൻ പോകും, ഇത് ചെയ്യാൻ പോവാണ്, ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ 10 വർഷം കഴിഞ്ഞ് ഞാൻ ഇത് എന്നൊക്കെ പറഞ്ഞ ആളുകൾ, സംസാരിക്കുന്ന ആളുകളില്ലേ, അവരെ ദേ ഡോണ്ട് അച്ചീവ് എനിത്തിങ്. ഞാൻ 20 വർഷം കഴിഞ്ഞുകൊണ്ട് ഇത് ചെയ്യും എന്നൊക്കെ ഒരാൾ, അല്ലെ 5 വർഷം അടുത്ത വർഷം ഇത് ചെയ്യും, അങ്ങനെയുള്ളവരൊന്നും അച്ചീവ് ചെയ്യാറില്ല. കർത്താവ് തന്നെ ഉപമയിൽ പറയുന്നില്ലേ, എനിക്ക് ഇത്രയും വിളവ് കിട്ടി, ഞാനിപ്പം വലിയൊരു മാക്കി ഇതെല്ലാം കൂടെ എടുത്ത് സൂക്ഷിച്ചു വെക്കാൻ പോവാ. അവനോട് അന്ന് രാത്രിയില് ആത്മാവിനെ ചോദിച്ചാൽ വർത്താനം പറയുന്നവര് ഒന്നും അച്ചീവ് ചെയ്യത്തില്ല. അച്ചീവ് ചെയ്യുന്നവരെന്തായിരിക്കും ചെയ്യുന്നത്? ദൈവസന്നിധിയിൽ താഴ്മയോടുകൂടി നിശബ്ദരായിട്ടിരിക്കും. അപ്പോൾ ബലഹീനതയിലാണ് ദൈവത്തിന്റെ
കൃപ തികഞ്ഞു വരുന്നത്. അപ്പൊ കൃപയെന്ന് പറഞ്ഞാൽ എന്താ? കൃപയെന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്ന, ശക്തീകരിക്കുന്ന മാധ്യമങ്ങളുടെ പേരാണ് കൃപ. പൗലോസ് ആ ശൂലത്തെ, ആ മുള്ളിനെ, അതിനെക്കുറിച്ച് പ്രശംസിക്കുന്നില്ല. ആ ശൂലത്തെ, അതിനെ ആത്മീയവൽക്കരിക്കുന്നില്ല. പൗലോസിന് അറിയാം ആ ശൂലം പോകാൻ പോണില്ല എന്നും അറിയാം. പിന്നെ എന്താണ്? അതാണ് പൗലോസിന്റെ ഒരു ബലഹീനതയുടെ ഒരു അതിർത്തി, ഒരു അതിരുവരമ്പ്. അതാണ് അവിടെ ആഴമേറിയ സത്യസന്ധമായ പ്രാർത്ഥനയിലാണ് പൗലോസ് ആശ്വാസം കണ്ടെത്തുന്നത്. സത്യസന്ധമായ പ്രാർത്ഥന. ഓരോ തവണയും ഈ ശൂലം പൗലോസിനെ ഉപദ്രവിക്കുമ്പോൾ പൗലോസ് അടങ്ങിയിരിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ പൗലോസിനോട് അടങ്ങിയിരിക്കാൻ പറയുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കുക. ക്രിസ്തുവിന്റെ ശക്തി എന്നിൽ ആവസിക്കേണ്ടത് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ആരോട് പ്രശംസിക്കും? ആ പ്രശംസയുടെ പേരാണ് പ്രാർത്ഥന. കർത്താവിനോട് എൻ്റെ ബലഹീനതയെക്കുറിച്ച് ഞാൻ കർത്താവിനോട് പറയും. എൻ്റെ കർത്താവേ, എന്നോട് നീ കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഉത്തരമരുളി എന്നോട് കരുണ ചെയ്യണമേ. എന്തിന്? അടുത്ത നിമിഷത്തിൽ ഈ ബലഹീനത എന്നെ ഉപദ്രവിക്കാതിരിക്കാൻ തക്കവണ്ണം നീ എന്നോട് ചെയ്യണമേ. അതാണ് പ്രശംസ. അപ്പൊ ആ പ്രശംസ ആര് മാത്രം? പരസ്പരം രണ്ടുപേരേ ഉള്ളു അവിടെ പ്രശംസിക്കുക. ദൈവവും ഞാനും ദൈവവും എന്റെ കർത്താവും. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു സംഗതി ഒന്നുകൂടെ ഒന്ന് റെഫർ ചെയ്താൽ ഈ ഭാഗം കംപ്ലീറ്റ് ആവും. ഞാൻ വേറെ ഒരുത്തർക്കും അറിയത്തില്ലാത്ത എന്നെ ഞാൻ മറച്ചു വയ്ക്കുകയും മറ്റുള്ളവർ അറിഞ്ഞാൽ എന്നെ പുകഴ്ത്തും എന്നുള്ളത് ഇല്ലായ്മ പോലും ഞാൻ മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്നത്, അതാണ് എൻ്റെ ബലഹീനതയെങ്കിൽ, അതാണ് എൻ്റെ ശൂലമെങ്കിൽ, അടുത്ത തവണ ഈ പൊങ്ങച്ചം പറയാൻ വേണ്ടി ഞാൻ വരുന്ന സമയത്ത് ആ ശൂലം ദേണ്ട എന്നെ കുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് ഞാൻ എന്ത് ചെയ്യണം? അതിൽ നിന്ന് പിന്മാറണം. നാക്കയിലേക്ക് കടിക്കണം. എ സോർ ടങ് ഈസ് ബെറ്റർ ദാൻ റിപ്പയറിങ് റിലേഷൻഷിപ്സ് എന്നൊരു കോട്ട് പോലും ഉണ്ട്. കുറഞ്ഞ ഒരു നാക്കാണ് പിന്നെ പോയി ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനേക്കാളും. എൻ്റെ കൃപ ബലഹീനതയെങ്കിൽ തികഞ്ഞു വരുന്നു. അതാണ് ഈ കൃപ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു പറയുന്നത്. അത് നിരന്തരമായിട്ട് തന്നെ ഉള്ളതാണ്. അതൊരു പെർമനന്റ് സ്ട്രക്ചറാണ്. പരിപൂർണമായിട്ടും സഫീഷ്യന്റ് ആണത്, ആഡിക്വേറ്റ് ആണ്. അതാണ് ഗ്രേസ്. കാരിസ് എന്ന് ഗ്രീക്കിൽ പറയുന്നത്. കാരിസ് അത് തൽക്കാലത്തേക്കുള്ളതല്ല. ഇനി ദൈവത്തിൻ്റെ പ്രവർത്തിക്കുന്ന ശക്തിയുടെ പേരാണ് ദൈവശക്തി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഓരോ നിമിഷവും നമ്മളെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന പ്രവൃത്തിയുടെ പേരാണ് ശക്തി എന്ന് പറയുന്നത്, ദൈവശക്തി എന്ന് പറയുന്നത്. അത് മനുഷ്യന്റെ കഴിവ് കൊണ്ടുള്ള ഒരു സാധനമല്ല. അത് ദൈവമാണ് അതിനെ പൂർത്തീകരിക്കുന്നത്. ദൈവമാണ് അതിനെ പൂർണ്ണമായിട്ടും എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി ഞാൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലാത്ത ഒരു സംഗതിയും കൂടെ ഒന്ന് പറയാം, ശ്രമിക്കുക കേട്ടോ. ഐ എം ട്രൈങ് ടു ഡു സംതിങ്. നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ മണ്ടത്തരം കാണിച്ചെന്ന് തോന്നിയിട്ടുണ്ടോ? നിങ്ങളെ വല്ലവരും കളിപ്പിച്ചുകൊണ്ട് പോയെന്ന് തോന്നിയിട്ടുണ്ടോ? ഈ ദുഃഖവെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയ്ക്കകത്തുനിന്ന് ഒരു സംഗതി ഞാൻ നമ്മളിപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കണേ. ഈ സുഗീസോയ്ക്കകത്ത് പ്രത്യേകം പറയുന്ന ഒരു സംഗതി ഇതാ: വിറ്റവനൊന്നും കിട്ടിയില്ല,
മേടിച്ചവനൊന്നും കൊടുത്തില്ല. നേടിയുമില്ല. ആരാ വിറ്റത്? യൂദാസ്. കയ്യപ്പ വിറ്റു. മേടിച്ചത് ആരാ? യൂദാസ്. അവന് വല്ലതും കിട്ടിയോ? കിട്ടി. ഇപ്പൊ നമ്മളെ ഈ കളിപ്പിച്ചുകൊണ്ട് പോയി എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ആലോചിക്കണം, ആ കളിപ്പിച്ചുകൊണ്ട് പോയവനൊന്നും ഇതൊന്നും നേടിയിട്ടില്ല. ഇനി നമ്മൾ അവൻ്റെ അടുത്ത് 2 വർത്താനം ഞാൻ പറയേണ്ടതായിരുന്നു, പറഞ്ഞില്ല, അതുകൂടെ പറയേണ്ടതായിരുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അവിടെ നിച്ചോ ഞാൻ അങ്ങ് മണ്ടനായിപ്പോയി, അയ്യോ കഷ്ടം, മണ്ടനായിപ്പോയി. ഈ പറയുന്ന കാഴ്ചപ്പാടും ഇവിടെ ബാധകം, ഈ പറയുന്നിടത്ത് ബാധകം. എന്നറിയാമോ? അവിടെ നമ്മളത് പറയാതെ ആ മണ്ടത്തരം നമുക്ക് വന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കരുണയാണെന്ന് കൂട്ടിക്കൊള്ളുക. ദൈവം കരുണ ചെയ്തുകൊണ്ടാണ് അന്നേരം ആ മണ്ടത്തരത്തിൽ കൂടെ നമ്മൾ പോയത്. എന്നെക്കുറിച്ച് തന്നെ എൻ്റെ വേറൊരു ശൂലം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. എഗൈൻ പുകഴ്ചയ്ക്കല്ല കേട്ടോ, ദയവായിട്ട് അങ്ങനെ എടുക്കില്ല. എൻ്റെ പുകഴ്ച എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു സാധനം, അവനോടാ ഞാൻ അതോട് അങ്ങനെ പറയേണ്ടതായിരുന്നു, ഇങ്ങനെ പറയേണ്ടത്. എല്ലാ എപ്പോഴും എന്നത്തെ കൺവെർസേഷൻ കഴിഞ്ഞാലും ചില സമയത്ത് എൻ്റെ മനസ്സിൽ ഇത് വല്ലാതെ വരും, അങ്ങനെ പറഞ്ഞത് ഇച്ചിരി നല്ലതായിരുന്നു, അതോടെ പറയേണ്ടതായിരുന്നു, ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഈ വേദഭാഗം വായിക്കുമ്പം മനസ്സിലാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ പറയാതിരുന്നത് നന്നായി. എന്താന്ന് വെച്ചാൽ, സിനിമയിലൊക്കെ നായകൻ വില്ലനോട് പറയുന്ന ഡയലോഗുകളൊക്കെ അതാ ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾ 15 പ്രാവശ്യം 20 പ്രാവശ്യം വെട്ടി തിരുത്തി എഴുതി ഉണ്ടാക്കുന്നതാണ്. നാച്ചുറലായിട്ടും സ്പോണ്ടേനിയസ് ആയിട്ടും വരുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കില്ല കേട്ടോ. ഈ രഞ്ജി പണിക്കർ എന്ന് പറഞ്ഞ മനുഷ്യൻ എത്ര പ്രാവശ്യം മാറ്റി എഴുതി ഉണ്ടാക്കിയതാണ് ഈ വലിയ മുട്ടൻ ഡയലോഗുകളൊക്കെ. പ്രതിക്രിയാവാദികളും മറ്റേ വാദികളും തമ്മിൽ പ്രത്യക്ഷത്തിൽ അകൽച്ചയിലായിരുന്നെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്നൊക്കെ ഡെയിലി ലൈഫിൽ നമുക്ക് പറയാൻ പറ്റുമോ? അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്ന ഞാൻ അവർ തമ്മിൽ അന്തർധാരയിൽ നിന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചില്ലല്ലോ എന്നുള്ള മനപ്രയാസപ്പെടുന്നതിന് അത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് നന്നായി. നമ്മുടെ ആത്മീയ രക്ഷയ്ക്ക് കർത്താവ് നമ്മളെ രക്ഷിച്ചതാണ്. എങ്ങനെ? ബാലാക്കും ബിലയാമും കൂടെ പോകുന്ന വഴിക്ക് കഴുത മുന്നോട്ട് പോകാതെ തടഞ്ഞ പോലെ നമ്മളെ രക്ഷിച്ചതാണ്. അത് ബലഹീനതയിൽ കർത്താവിന്റെ കരുണ തെളിഞ്ഞു വന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഭക്തി ഉണ്ടാവുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇസ് ഇറ്റ്? ഓക്കെ. അടുത്തോണ്ട് 10-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. ആര് വായിക്കും? ഞാൻ വായിക്കാം. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാവുന്നു. എന്താ ഇത് എന്നിൽ നിന്ന് നീക്കിക്കളയാൻ പറയുന്നു. പകരം നിന്റെ ബലഹീനത നിനക്ക് ഗുണമായി വരാൻ വേണ്ടി അതിനെ ഉപയോഗിക്കാൻ ആരാഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത്. ഇത് സഹിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്റെ ബലഹീനത ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ ശക്തനാവുന്നു. അപ്പൊ 11-ാം വാക്യം വായിച്ചു നോക്കിയേ. ആരാ വായിച്ചു? ഞാൻ മൂഢനായി പോയി, നിങ്ങൾ എന്നെ നിർബന്ധിച്ചു, നിങ്ങൾ എന്നെ ശ്ലാഘിക്കേണ്ടതായിരുന്നു. ഞാൻ ഏതുമില്ല എങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തോലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. അപ്പോസ്തോലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും
അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല എന്നുള്ളതല്ലാതെ ശേഷം സഭകളെക്കാൾ നിങ്ങൾക്ക് ഏതൊന്നിൽ കുറവ് വന്നു? ഈ അന്യായം ക്ഷമിച്ചുകൊള്ളുവീൻ. ലുക്ക് അറ്റ് ദാറ്റ്. അപ്പോസ്തലന്മാരുടെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ മൂഢനായിപ്പോയി, നിങ്ങൾ എന്നെ നിർബന്ധിച്ചു. നിങ്ങൾ എന്നെ ശ്ലാഘിക്കേണ്ടതായിരുന്നു. ഞാൻ ഏതുമില്ല എങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിലൊട്ടും കുറഞ്ഞവനും അല്ല. നേരത്തെ നമ്മൾ പറഞ്ഞില്ല, ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞില്ല ഞോ. പൗലോസിന് സ്വന്തം അവസ്ഥയെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ഞാൻ ആരാണെന്ന് പൗലോസിന് കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ വളരെ കുറഞ്ഞവനാണ് എങ്കിലും ഞാൻ അപ്പോസ്തോലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. കാരണം പൗലോസിനെ കുറിച്ച് പലരും പലതും പറയുന്നുണ്ടായിരുന്നു എന്നുള്ളത് പൗലോസിന് അറിയാം. എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ എൻഡോഴ്സ്മെന്റ് അല്ല പൗലോസിനെ പൗലോസ് ആക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ നൗ. ഇസ് ഇറ്റ്? മറ്റൊരാളുടെ എൻഡോഴ്സ്മെന്റ് അല്ല പൗലോസിനെ ആക്കുന്നത്. പകരം പൗലോസിനെ പൗലോസ് ആക്കുന്നത് രണ്ടുപേരാ. ഒന്നാമത്തെ ആളാരാ? ദൈവം. രണ്ടാമത്തെ ആളാരാ? പൗലോസ് തന്നെ. നിങ്ങൾ ആരും എന്നെ പുകഴ്ത്തുന്നതുകൊണ്ട് ഞാൻ പുകഴ്ചയുള്ളവനാകുന്നില്ല, പകരം ദൈവം എന്നെ പുകഴ്ത്തുകയാണെന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ എനിക്ക് പുകഴ്ചയുണ്ട്, അത്രയും മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ എന്ന് അവരോട് പൗലോസ് പറയുക. ഈ നമ്മളൊക്കെ ചെയ്യുന്ന പല സംഗതികളും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നമ്മളൊരു പുകഴ്ച കിട്ടാൻ വേണ്ടി കടലും കരയും വേണ്ട സഞ്ചരിച്ചു. നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഹൂത്തോമോ അങ്ങനെ നീട്ടി ഈണത്തിൽ ചൊല്ലി കേൾപ്പിച്ച് എന്നിട്ട് നിങ്ങളെ രണ്ടുപേരെ നേരത്തെ തന്നെ തിരഞ്ഞെടുത്ത് അവിടെ നിർത്തി വീഡിയോ എടുപ്പിച്ച് യൂട്യൂബിലിട്ട് റീൽസ് വെച്ച് എന്തെല്ലാം നാടകങ്ങൾ ഞാൻ കളിക്കാം. ഇതൊന്നും എന്നെ മിടുക്കനാക്കുന്നില്ല. വഴി മധ്യത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. കുപ്പായത്തിന് തൊങ്ങൽ വർദ്ധിപ്പിക്കുന്നവനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് അവരുടെ പ്രതിഫലം എവിടെ കിട്ടി? ഭൂമിയിൽ തന്നെ കിട്ടിപ്പോയി. ഭൂമിയിലൊന്നുമല്ല, ഞാൻ പറഞ്ഞ അവിടെ ഇത് കേട്ട് പുകഴ്ച ഒരാൾ പറഞ്ഞെങ്കിൽ ആ പറയുന്നതിനകത്ത് അവന്റെ പ്രതിഫലം കിട്ടി. ദൈവസന്നിധിയിൽ നിന്ന് പിന്നെ അവനൊന്നും കിട്ടാനില്ല. This is exactly what Paul is trying to say here. I hope it is clear. അപ്പോൾ എന്താണ് എംഫസൈസ് ചെയ്യാനുള്ളത്? കഷ്ടത തുടർന്നും സഹിക്കുക, കഷ്ടതയിൽ നമ്മൾ ആയിരിക്കുക, കൺസിസ്റ്റൻസിയോടുകൂടി ഇരിക്കുക. അത്ഭുതങ്ങൾ മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ കൊള്ളാം. ആരിലേക്കാ ശ്രദ്ധ പോകുന്നത്? വ്യക്തിയിലേക്ക് പോകും. എന്നാൽ കഷ്ടതയെ സഹിക്കുന്നത് ഒരുവന്റെ ഒത്തന്റിസിറ്റിയെ വർദ്ധിപ്പിക്കും. കഷ്ടതയിൽ തന്നെ തുടരാൻ ശ്രമിക്കുന്നത് ഒരുത്തന്റെ ഒത്തന്റിസിറ്റിയെ വർദ്ധിപ്പിക്കും. അതാണ് അവിടെ പൗലോസ് പറയാൻ ശ്രമിക്കുന്നത്. വീണ്ടും 14 വാക്യം തൊട്ട് 18 വരെ ഒന്ന് വായിക്കാം ആരെങ്കിലും. ഈ 3-ാം പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് ഭാരമായി തീരുകയുമില്ല. നിങ്ങൾക്കുള്ളതിനെയല്ല, നിങ്ങളെ തന്നെ ഞാൻ അന്വേഷിക്കുന്നു. മക്കൾ അമ്മയപ്പന്മാർക്കല്ല, അമ്മയപ്പന്മാർ മക്കൾക്കായിട്ടല്ലോ ചരദിക്കേണ്ടത്. ഞാൻ അതിസന്തോഷത്തോടെ നിങ്ങളുടെ ജീവനു വേണ്ടി ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അധികമായി സ്നേഹിച്ചാൽ നിങ്ങൾ എന്നെ അല്പമായി സ്നേഹിക്കുന്നുവോ? ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല എങ്കിലും ഉപായിയാകിയാൽ കൗശലം കൊണ്ട് നിങ്ങളെ കൈവശമാക്കിയെന്ന് നിങ്ങൾ പറയുമായിരിക്കും. ഞാൻ നിങ്ങളുടെ അടുക്കൽ അയച്ചവരിൽ വല്ലവനെ കൊണ്ടും നിങ്ങളോട് വല്ലതും വഞ്ചിച്ചെടുത്തുവോ? ഞാൻ തീത്തോസിനെ പ്രബോധിപ്പിച്ച് ആ സഹോദരനെയും കൂടെ അയച്ചിരുന്നു. തീത്തോസ് നിങ്ങളോട് വല്ലതും വഞ്ചിച്ചെടുത്തുവോ? ഞങ്ങൾ നടന്നത് അതേ ആത്മാവിലല്ലയോ, അതേ കാൽ ചുവടുകളിലല്ലയോ?
ഇത്ര നേരം പറഞ്ഞ മുഴുവനോടെ ഒന്ന് സമ്മറൈസ് ചെയ്യും. നിങ്ങൾ എല്ലാവരും 90% ഓഫ് ഓൾ ഓഫ് യു, അല്ലെങ്കിൽ 99% ഓഫ് യു, നിങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങളുള്ളവരാണല്ലോ അല്ലേ, മക്കളുള്ളവരല്ലേ? അതെ. നിങ്ങൾക്ക് അറിയരുതോ, അപ്പനും അമ്മയും ഒക്കെ പിള്ളേരെ സ്നേഹിക്കുന്നതും പിള്ളേർ തിരിച്ച് സ്നേഹിക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടെന്ന് അറിയാമല്ലോ അല്ലേ? അതെ. അതെ. ഈ വെള്ളം മേളിലേക്ക് ഒഴുകത്തില്ല, താഴേക്ക് ഒഴുകത്തുള്ളൂ. ഒഴുകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പനോടും അമ്മയോടും നമ്മൾ ചെയ്തത് ഇതുപോലെ തന്നെ ആയിരുന്നു നമ്മൾ തിരിച്ചറിയണമെന്നുള്ള അതിൻ്റെ അർത്ഥം. ഒരിക്കലും അവർ നമുക്ക് തന്നത് തിരിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. നമ്മുടെ മക്കള് നമുക്ക് തിരിച്ചു തരുമെന്നൊട്ട് പ്രതീക്ഷിക്കുകയും വേണ്ട. അത് തന്നെയാ പൗലോസ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞത് അത് തന്നെയാ. ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം എത്രാമത്തെ കൊരിന്തിലേക്ക് 2 തവണ ഓൾറെഡി പോയി, 3-ാം തവണ ഞാൻ വരാൻ വേണ്ടി റെഡി ആയിരിക്കുക. നിങ്ങൾക്കുള്ളതിനെ അല്ല, നിങ്ങളെ തന്നെ അത്രയും ഞാൻ അന്വേഷിക്കാം. നമ്മൾ ആലോചിക്കുക, നമ്മൾ നമ്മുടെ മക്കൾക്കുള്ളതിനെയാണോ വേണ്ടത്, നമ്മുടെ മക്കളെയാണോ നമുക്ക് വേണ്ടത്? മക്കളെ നമുക്ക് പലതും ഉണ്ടായിരിക്കും. ഇതൊന്നും നമുക്കിത് ആവശ്യമില്ല, നമുക്ക് കിട്ടിയിട്ട് കാര്യം. ഇപ്പൊ തന്നെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാലേ, നിങ്ങൾ വീട് പെയിന്റ് ചെയ്യാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത്, ഒരു അച്ഛൻ വീട് പെയിന്റ് ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ്, ഓരോ മുറിക്കകത്തുനിന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കിയപ്പോഴത്തേനാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഒരു വീട്ടിലേക്ക് വേണ്ടി സാധനങ്ങൾ ഓരോ മുറിക്കകത്തിരും. എന്നിട്ട് ഇതെല്ലാം പെയിന്റ് ചെയ്യാൻ വേണ്ടി ഇറക്കി കഴിഞ്ഞപ്പോഴേ എൻ്റെ ദൈവം ഇത്രയും സാധനം ഇതിനകത്ത് ഇരിക്കുകയാണ്, ഇനി ഇതെല്ലാം തിരിച്ചു വെക്കുന്നത്. എന്നിട്ട് അവസാനം അദ്ദേഹം തന്നെ പറയുന്നൊരു കാര്യം ഇതാ, ഐ ഹാവ് ടു ഡൗൺ സൈസ്. നോട്ട് ഡൗൺ സൈസിങ് ദി ഹൗസ്, ബട്ട് ഡൗൺ സൈസിങ് ദ മെറ്റീരിയൽ ദാറ്റ് ഐ ഹാവ് ഇൻ മൈ ഹൗസ്. സ്വീഡിഷ് ഡെത്ത് ക്ലീനിങ് എന്നുള്ളതിനെ കുറിച്ച് നാളൊരിക്കൽ നമ്മൾ പറഞ്ഞു, ഇവിടുത്തെ ഈ ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞായിരുന്നു. നമ്മൾ മരിക്കുന്ന സമയം ആകുമ്പോഴത്തേന് നമ്മുടെ കയ്യിൽ ഒന്നും കാണരുത്. അതിന് സ്വീഡിഷ് ഡെത്ത് ക്ലീനിങ് എന്നാണ് പറയുന്നത്. ഇതാണ് പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങൾക്കുള്ളതിനെ അല്ല, പകരം നിങ്ങളെ വിച്ച് ഹാസ് മോർ വാല്യൂ, സാധനത്തിനാണോ അതോ മനുഷ്യൻ? അധികാരത്തിന് വേണ്ടിയിട്ടും വസ്തുക്കൾക്ക് വേണ്ടിയിട്ടും മനുഷ്യൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഏതിനാണ് വില? വ്യക്തികൾക്കാണോ, അധികാരത്തിനോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെയാണോ വലിപ്പം കൂടുതൽ? വ്യക്തികൾക്കാണ്. അതാ പൗലോസ് അവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. നിങ്ങളുടെ അടുത്തുനിന്ന് ഞാൻ ഒന്നും വഞ്ചിച്ചെടുത്തിട്ടില്ല, ഒന്നും കളിപ്പിച്ചുകൊണ്ട് പോയിട്ടില്ല, എനിക്ക് വേണ്ട. അപ്പൊ ഇനി അവസാനത്തെ ഒരു 3 വാക്യങ്ങളിലൂടെ ഉണ്ട്, അതാരാ വായിക്കുക? നിങ്ങളോട് പ്രതിവാദിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ദൈവത്തിന് മുൻപാകെ ക്രിസ്തുവിലാകുന്ന ഞങ്ങൾ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, സകലവും നിങ്ങളുടെ ആത്മീയ വർധനയ്ക്കായിട്ടത്രേ. ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്നും പിണക്കം, ഈർഷ്യ, ക്രോധം, ശാഠ്യം, ഏഷണി, കുശുകുശുപ്പ്, നിഗളം, കലഹം എന്നിവ ഉണ്ടാകുമോ എന്നും ഞാൻ വീണ്ടും വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം എന്നിവയെക്കുറിച്ച് മാനസാന്തരപ്പെടാതെ പലരെയും ചൊല്ലി ഖേദിപ്പാനും സംഗതി വരുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു. ഓ കർത്താവേ, നിങ്ങളെയാണ് എനിക്ക് വേണ്ടത്, നിങ്ങൾക്കുള്ളതിനല്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആ നാണയത്തിൻ്റെ മറുവശമാണ് ഇവിടെ പറയുന്നത്. അതായത് ഭിന്നത, ആളുകളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നത ഉണ്ടാകുക, അസൂയ ഉണ്ടാകുക, ദേഷ്യം ഉണ്ടാകുക, നിഗളം ഉണ്ടാകുക, ഇതൊന്നുമല്ല എനിക്ക് കാണാൻ ആഗ്രഹം. പകരം
നിങ്ങളുടെ ഇടയിൽ യൂണിറ്റി ഉണ്ടാവണം. ഈ കുറച്ച് നാളായിട്ട് എൻ്റെ മനസ്സിൽ വളരെ ആഴത്തിൽ പോകുന്ന ഒരു ചിന്ത ഞാനൊന്ന് ഷെയർ ചെയ്യുക. ഞാൻ ഓരോ തവണ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും എനിക്ക് ഭയങ്കരമായ അത്ഭുതം ഒരു വശത്ത് ഉണ്ടാകുന്നുണ്ട്, മറുവശത്ത് സങ്കടം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെയൊക്കെ പള്ളികളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മളിൽ തന്നെയും ഒരു ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ആളുകൾ ചിന്തിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പ്രതികരണങ്ങൾ ഒരുപാട് കാണാറുണ്ട്. ജീവിതത്തിൻ്റെ അർത്ഥം, നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താ? What are we trying to, what is the meaning of our lives? സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക. സമാധാനം ജീവിതത്തിൽ ഉണ്ടാകുക. വെരി ഗുഡ്. നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ളതിന് ഒരു ഒരു കൺവിക്ഷനോട് കൂടി ഉത്തരം ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ എന്തിനാ ജീവിക്കുന്നത്? To gain eternal life. പറയാൻ ഭയങ്കര എളുപ്പമല്ലേ? ട്രൂ. ഈ കുക്കി കട്ടർ ആൻസർ പറയല്ലേ കേട്ടോ. നമ്മൾ റിയലായിട്ട് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കുക്കി കട്ടർ ആൻസർ ഇല്ല. എന്തിനാ ഞാൻ ജീവിക്കുന്നത്? എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടോ? എൻ്റെ ജീവിതത്തിന് അർത്ഥം വരുന്നത് വേറെ ഒരാളുടെ ജീവിതത്തിൽ ഞാൻ യൂസ്ഫുൾ ആകുമ്പോൾ മാത്രമാണ്. ഡസ് ഇറ്റ് മേക്ക് സെൻസ്? അതിന് അർത്ഥം പിടികിട്ടിയോ? ഞാൻ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം പിടികിട്ടിയോ? എൻ്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്ന വേറൊരാളുടെ ജീവിതത്തിന് എൻ്റെ ജീവിതം മൂലം അർത്ഥം ഉണ്ടാകുമ്പോൾ മാത്രം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസേ ഒരാളുടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോഴത്തേന് അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു 6 അടി ഉയരവും ഒത്ത ശരീരമൊക്കെ ഉള്ളൊരു പുരുഷൻ, ആ വ്യക്തിക്ക് അടുത്ത കാലത്തൊരു കുഞ്ഞുണ്ടായി. ഈ കുഞ്ഞെന്ന് പറയുന്നത് എന്താ, ഒരു കൈപ്പത്തിക്കകത്തിരിക്കാന്നുള്ളതേ ഉള്ളൂ ഈ കുഞ്ഞ്. ഈ കുഞ്ഞുണ്ടായെന്നുള്ളത് കൊണ്ട് മാത്രം ഈ പുള്ളി 3 മാസം പള്ളി പോയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ പള്ളി പോകാഞ്ഞേ? അച്ഛാ കുഞ്ഞിനെ പുറത്തിറക്കാൻ മേല, കാലാവസ്ഥയൊക്കെ അത്ര അനുകൂലമല്ല, കുഞ്ഞിന് അങ്ങേയറ്റം വലിയ പ്രൊട്ടക്ഷൻ വേണം. ഞാൻ ചോദിച്ചു എന്നാലും പള്ളി പോകാതിരിക്കുന്നത് ശരിയാണോ? അച്ഛാ ഞാൻ പള്ളി പോകാതിരിക്കുന്നതിനേക്കാളും അത്യാവശ്യമാണ് കുഞ്ഞിന് വേണ്ടി ഞാൻ എൻ്റെ ലൈഫിനെ സമയത്തായി മാറ്റി വെക്കേണ്ടത്. കാരണം എൻ്റെ ഭാര്യയ്ക്ക് വീക്കെൻഡിൽ ഞാൻ അവിടെ നിന്നെങ്കിൽ മാത്രമേ എൻ്റെ ഭാര്യയ്ക്ക് ഒരല്പം സമാധാനം. കാരണം ഇവിടെ ഇന്ത്യക്ക് വെളിയിലായി കുഞ്ഞുണ്ടായേക്കുന്നത്. കുഞ്ഞുണ്ടായ സമയത്ത് വീട്ടിൽ നിന്ന് ആരും വന്നില്ല അവരെ തിരക്കാനായിട്ട്, അല്ലെങ്കിൽ മാർഗ്ഗമില്ലായിരുന്നു, അല്ലെങ്കിൽ സാധിക്കുകയില്ലായിരുന്നു, എന്തുമായിട്ട് അവരുടെ വീട്ടുകാരുടെ കുറ്റമൊന്നുമല്ല. അപ്പോൾ എൻ്റെ ഭാര്യ ഒറ്റയ്ക്കാണ് 5 ദിവസം ഈ കുഞ്ഞിനെ നോക്കുന്നത്. എൻ്റെ ഭാര്യയ്ക്കൊരു ശകലം ഒരു സഹായത്തിന് വേണ്ടി ഞാൻ 3 മാസം പള്ളി പോയില്ല. എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര സന്തോഷം തോന്നി. അവൻ പള്ളി പോയില്ല എന്നുള്ളതിൽ എനിക്ക് സന്തോഷം തോന്നി. എന്താണ് സന്തോഷം എന്ന് വെച്ചാൽ അവൻ്റെ കൺമുമ്പിൽ ആ കുഞ്ഞിന് ഭയങ്കര വിലയാണ്. ആ കുഞ്ഞിന് ഭയങ്കര വിലയാണ്. ആ കുഞ്ഞ് അവനെ സംബന്ധിച്ചോളം അവനെയായിട്ട് കമ്പയർ ചെയ്താൽ ആ കുഞ്ഞ് എങ്ങേറ്റം ബലഹീനമാണ്. isn't it? ആ ബലഹീനമായിരിക്കുന്ന കുഞ്ഞിനാണ് അവന് ഭയങ്കര വില കൊടുത്തത്. അവിടെ അപ്പൊ കുഞ്ഞാണോ വലുത്, ഇവനാണോ വലുത്? കുഞ്ഞ്. ഞാൻ ഇത് പറഞ്ഞപ്പോഴത്തേന് എൻ്റെ മനസ്സിൽ വന്ന ഒരു ആശയം ഞാനങ്ങ് ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങളിപ്പോൾ എത്ര പേര്? 33 പേരോ 35, 6 പേരോ 7 പേരോ അങ്ങോട്ടൊക്കെ എഴുതിയുണ്ട്. നിങ്ങൾ ഓരോരുത്തരും എന്നെക്കാളും വിലയേറിയതാണ് എന്ന് ഞാൻ ചിന്തിക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്കൊക്കെ വിലയുണ്ടാവുള്ളൂ. isn't it? അങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റി പരസ്പരം ആളുകളെ കാണാൻ തുടങ്ങിയിരുന്നെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി എന്തുമാത്രം വലുതായി പോയനായിരുന്നു. ഏറിയ കുരുകിലിനേക്കാളും വിലയേറിയവർ എന്ന് വേദപുസ്തകത്തിൽ കർത്താവ് പറയുന്നത് ഈ അർത്ഥത്തിലെടുക്കണം. നിങ്ങളുടെ തലമുടികൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിന് ഈ അർത്ഥത്തിലെടുത്ത് നോക്കി.
അങ്ങനെ വന്നാൽ നമ്മളുടെ ഇടയിൽ വളരെ വ്യത്യസ്തമായ ഒരു ഒരു കാഴ്ചപ്പാട് പറ്റും. സമയം തീർന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു ഒറ്റ സംഗതി കൂടെ മാത്രം പറഞ്ഞ് നിർത്തുക. കർത്താവ് കാല് കഴുകിയത്, ഇപ്പം നമ്മൾ ഈ പെസഹ വ്യാഴാഴ്ച പലയിടത്തും കാല് കഴുകലൊക്കെ നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? യെസ്. കർത്താവ് കാല് കഴുകിയതിൻ്റെ പിന്നിലെ റിയൽ കാരണം എന്നാണെന്നറിയാം? ശുശ്രൂഷ, ദാസൻ. ഒക്കെ ശരിയാ. പിന്നെ റിയൽ കാരണം വേറെ ഒന്നായിരുന്നു. എന്നാന്നറിയോ? ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് അവരുടെ ഇടയിൽ ഒരു തർക്കം ഉണ്ടായി. ഞങ്ങളിൽ ആരാ വലിയ? ആരാണ് വലിയ? കറക്റ്റ്. നീയാണോ വലുത് ഞാനാണോ വലുത് എന്നുള്ള ചോദ്യം വരുമ്പോൾ ആർക്കാണ് വില? മറ്റുള്ളവനെ വലിയവനായി കാണുന്നവൻ. അല്ല ആൻറ്റി, സൂസൻ ആൻറ്റി, അങ്ങനെയല്ല. നീയാണോ ഞാനാണോ വലുത് എന്നുള്ള ചോദ്യം വരുമ്പോൾ ആർക്ക് വില കുറവാണ്, ആർക്ക് വില കൂടുതലാണ് എന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ചോദിക്കുന്നവർക്ക്. എനിക്ക് വില കൂടുതലും നിനക്ക് വില കുറവ്. അവിടെ എടാ നിന്നെക്കാളും വില അവനാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് കർത്താവ് മുട്ടയിൽ നിന്ന് കാലി കഴിയത്. എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ വളരെ വൾണറബിളായ ഒരു മൊമെൻറ്റിൽ പറഞ്ഞൊരു സംഗതിയാണ്. വീട്ടിൽ നമ്മൾ ചെറുതായിരുന്ന സമയത്ത് ഒരു വട്ടയപ്പം മുറിക്കുമ്പോൾ വലിയ പീസ്. കറക്റ്റ്, നമ്മുടെ കണ്ണ് പോകുന്നത് ഏത് പീസയിലേക്കാ? വലിയ പീസില. വലിയ പീസയിലേക്കാ പോകുന്നത്. ആ പീസ് ആർക്ക് കിട്ടണം? എനിക്ക്. ആ സിമ്പിളായിട്ടുള്ള സംഗതിയാണ് ലൈഫ് മുഴുവനും. ഇതാണ് പൗലോസ് പറയുന്നത്. എന്ത്? എൻ്റെ ജഡത്തിൽ എനിക്കൊരു ശൂലമുണ്ട്. ആ തിരിച്ചറിവ് വരുമ്പോൾ എനിക്ക് ആ വലിയ കഷ്ണം വേണ്ടാന്ന് ഞാൻ എന്നോട് തന്നെ പറയുന്നതിന്റെ പേരാണ് അത്. ശരി ഉത്തരം പറയാൻ ആർക്കെങ്കിലും പറ്റുമെന്ന് നോക്കട്ടെ. ആ വലിയ കഷ്ണം വേണം എന്നുള്ള താല്പര്യം എൻ്റെ അകത്ത് വരുമ്പോൾ എന്നോട് തന്നെ ആ വലിയ കഷ്ണം നിനക്ക് വേണ്ട എന്ന് പറയാൻ തോന്നുകയും അതിനകത്ത് സങ്കടം വരാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുടെ പേരാണ് നിസ്വാർത്ഥത. ദൈവകൃപ. ദൈവകൃപ എന്ന് പറഞ്ഞാരാ? മേരി ചാക്കോ. എന്നെ കാണുന്നില്ല. കണ്ടോ ദൈവത്തിന്റെ ഒരു കൃപയാണ് നമുക്ക്. ദൈവത്തിന്റെ ഒരു കൃപയല്ല, അതാണ് ദൈവകൃപ. ദൈവകൃപ. അതാണ് പരിശുദ്ധ പൗലോസ് പറയാൻ ആഗ്രഹിച്ചത്. ഈ ചാപ്റ്ററിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നതും അത് തന്നെയാണ്. നമ്മുടെ സക്സസ് അല്ല, നമ്മുടെ പവർ അല്ല, നമ്മുടെ കരിസ്മ അല്ല, പകരം ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിലാണ് വീക്ക്നെസ്. ആ വീക്ക്നെസ് ആണ് ഉയർപ്പ്. ആ ഉയർപ്പിലാണ് വിജയം. ആ ഉയർപ്പിലാണ് ശക്തി. നമ്മുടെ ബലഹീനതകളെ നീക്കിക്കളയാന്നുള്ളതല്ല ദൈവത്തിന്റെ ലക്ഷ്യം. പകരം ആ ബലഹീനതയിൽ അവന്റെ കൃപ തെളിഞ്ഞു വരുന്നത് നമ്മൾ തന്നെ കാണാൻ, നമുക്ക് നമ്മുടെ കണ്ണുകളെ തുറന്നു കിട്ടാൻ ഭാഗ്യമുണ്ടാകുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ലക്ഷ്യം. ലെറ്റ് മീ സ്റ്റോപ്പ്. 3 മിനിറ്റ് കൂടുതൽ എടുത്തു. സോറി. ചോദ്യങ്ങൾ വല്ലതും ഉണ്ടോ? കരിസ്മ എന്ന് പറഞ്ഞ എന്താന്ന് ഒന്നുകൂടെ പറയാമോ? കാരിസ്മ എന്ന് പറഞ്ഞാല്, ഉദാഹരണത്തിന് ഒരാൾക്ക് പ്രസംഗിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടെന്നിരിക്കട്ടെ, പാട്ടുപാടാനൊരു കഴിവുണ്ട്, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാനൊരു കഴിവുണ്ട്, അല്ലെങ്കിൽ കുക്ക് ചെയ്യാനൊരു കഴിവുണ്ട്, അല്ലെങ്കിൽ എന്താ പറഞ്ഞ ഈ ഓർഡർ, അതായത് ഒരു ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നൊക്കെ ഇരിക്കട്ടെ. ഈ കഴിവ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം? അത് സ്വയം പുകഴ്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കണോ, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണോ? നന്മയ്ക്ക് വേണ്ടി.
അതിന്റെ പേരാണ് കൃപ. കരിസ്മ. അല്ല, കരിസ്മ. ഈ കഴിവുകളെയാണ് കരിസ്മ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ആ കരിസ്മ എന്തിനു ഉപയോഗിക്കുന്നതിനകത്താണ് കൃപ ഇരിക്കുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് ഗുണത്തിനായി. കേട്ടിട്ടുണ്ടോ വരണം. കേൾക്കണം. ഈ സംഭവം? കേട്ടിട്ടുണ്ടോ? അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരൻ. അതെ, ഇത് നമ്മള് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അതിനെക്കുറിച്ച് വർണ്ണിച്ച് എഴുത്തെഴുതാനൊക്കെ എനിക്കൊന്ന്, ഞാൻ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി, മലയാളം പരീക്ഷ എഴുതിയപ്പോൾ ഈ ചോദ്യം ഉണ്ടായിരുന്നു തോന്നുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതുണ്ടായിരുന്നു. എനിവേ, ഇതാണ് പരിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്. ഉത്തരം കിട്ടിയോ? കരിസ്മ എന്ന് പറഞ്ഞാൽ എന്നാന്ന് മനസ്സിലായി സിനിക്ക്? മനസ്സിലായി അച്ഛാ. ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. 3-ാം സ്വർഗം എന്ന് മെൻഷൻ ചെയ്യുന്നത് എന്താണ്? യോഹന്നാൻ സ്ലീഹായ്ക്ക് ദർശനം ഉണ്ടായല്ലോ, അതും ഒരു സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്നുള്ള ഒരു രീതിയിൽ നമ്മള് വായിക്കുന്നുണ്ടല്ലോ. ആ ഡിഫറൻസ് എന്തുവാ? ഓക്കെ, പറയാം. 7 സ്വർഗങ്ങൾ ഉണ്ട് എന്നുള്ളതായിരുന്നു ഗ്രീക്കുകാരുടെ കൺസെപ്റ്റ്. ആ 7ാം സ്വർഗത്തിൽ ദൈവം വസിക്കുന്നുവെന്നും അതിനുള്ള താഴോട്ടുള്ള സ്വർഗത്തിൽ ഇങ്ങനെ ഓരോ അവസ്ഥയിൽ ആയിരിക്കുന്നു എന്നും മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നത് ഓരോ സ്വർഗത്തിലോട്ട് കയറി 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 പോകുന്നിടത്താണ് അവൻ്റെ രക്ഷയിരിക്കുന്നത് എന്നുള്ളതായിരുന്നു. അപ്പം പാപിയായിരിക്കുന്നതുകൊണ്ട് അവന് സ്വർഗത്തിൻ്റെ സായെന്ന് പോലും പറയാൻ പറ്റത്തില്ല. അങ്ങനെയായിരുന്നു അവരുടെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഈ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പറയുന്നത് ആ ഗ്രീക്കുകാരുടെ കാഴ്ചപ്പാടിൽ അവരോട് ഈ ലോകത്തിൻ്റെ സംസാര രീതികൾക്ക് അപ്പുറത്ത് നമുക്ക് വാക്കുകൊണ്ട് ഉച്ചരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരവസ്ഥയിലായിരിക്കുന്നതിനെയാണ് ഈ 3-ാം സ്വർഗം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരുടെ സ്വർഗത്തിന്റെ എണ്ണമല്ല അവിടെ പ്രധാനപ്പെട്ടത്, ആ ഒരു അവാച്യമായ അനുഭവം, ആ അവാച്യമായ അവർണ്ണനീയമായ മനസ്സിലാക്കാൻ പറ്റുകയില്ലാത്ത അനുഭവത്തെ കുറിച്ചാണ് അവരുടെ ലക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. പർദീസ എന്നും പറയുന്നല്ലോ, പർദീസ 3-ാം സ്വർഗത്തോളം പർദീസയിലും എടുക്കപ്പെട്ടു. ഈ പർദീസ എന്ന് പറയുന്നത് പോലും എഗെയിൻ എൻ്റെ എറ്റിമോളജിയിലേക്ക് നമ്മൾ പോകാന്നുണ്ടെങ്കിൽ, സൊരാഷ്ട്രിയൻ എന്ന് പറഞ്ഞൊരു മതത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പാഴ്സി മതം, ഇറാൻ, അവിടെ ഉണ്ടായിരുന്ന ആ പഴയ മതമാണ് ഈ സൊറാസ്ട്രിയനിസം. അവരുടെ കാഴ്ചപ്പാടായിരുന്നു പർദീസ, പാരഡൈസ്. അവർക്ക് ഈ 2 ശക്തികളാണുള്ളത്, കറുപ്പും വെളുപ്പും. അഹൂര മസ്ദ, അഗ്രമന്യു എന്ന് പറയുന്ന 2 ശക്തികൾ. ഈ 2 ശക്തികളെ പരസ്പരം ഈ വാല് വിഴുങ്ങാൻ നിൽക്കുന്ന 2 പാമ്പുകളെ പോലെ ഇതിനെ ചിത്രീകരിക്കുന്നത്. പരസ്പരം വാലിങ്ങനെ വിഴുങ്ങുന്ന 2 പാമ്പുകൾ, നന്മയും തിന്മയും. ഈ അഹൂരമസ്ദ, അഗ്രമന്യു, അഹൂരമസ്ദ എന്ന് പറയുന്നത് നന്മ, അഗ്രമന്യു എന്ന് പറയുന്നത് തിന്മ. ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബഹളം നടക്കുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരുവൻ, അവനായിരിക്കുന്ന അവസ്ഥയുടെ പേരാണ് പർദീസ. ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കും എന്ന് കർത്താവ് പറയുമ്പോൾ അത് അവിടുത്തെ ആളുകൾക്ക് ആ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞ, അല്ലാതെ ലിറ്ററലി അതിനെ എൻഡോഴ്സ് ചെയ്യുന്ന ഒരു സാധനം ആയിരുന്നില്ല. പുഷ്പ, ഉത്തരം കിട്ടിയോ? മനസ്സിലായി. നമ്മുടെ ഓർത്തഡോക്സ് വിശ്വാസത്തെ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ലല്ലോ. മരിച്ചു, 2ാമത്തെ വരവിൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കപ്പെടും കർത്താവിനോടുകൂടി എന്നുള്ള ഒരു വിശ്വാസമല്ലേ നമുക്കുള്ളത്. കാത്തലിക്സ് വിശ്വാസം വ്യത്യാസമുണ്ട്. അവർക്ക് ബെസ്ഫുർക്കോനോ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അല്ലെങ്കിൽ ശുദ്ധ സ്ഥലം, ശുദ്ധീകരണ സ്ഥലം, പർഗറ്റോറി. നമുക്ക് അങ്ങനെ ഒരു സാധനം ഇല്ല. നമുക്ക് മരിച്ചവർ എവിടെയായിരിക്കും, അല്ലെങ്കിൽ വാങ്ങിപ്പോയിരിക്കുന്നവർ എവിടെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇമ്പങ്ങളുടെ പർദീസ എന്നൊരവസ്ഥ. അവിടെ എന്താണുള്ളത്, എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അബ്രഹാമിന്റെ മടിയിലിരിക്കുന്നെന്ന് പറയുന്നു. എന്തൊരു മടിയല്ലേ, പുള്ളി എഴുന്നേറ്റ് നിന്ന് എല്ലാം താഴും. ഒരു സ്ഥലമാണ്. മടി എന്ന് പറയുന്ന മലയാളത്തിൽ മാത്രമുള്ള ഒരു സാധനം കേട്ടോ. അബ്രഹാമിന്റെ മാർവ് എന്നാണ്. അബ്രഹാമിന്റെ, ഇസാഖിന്റെയും യാക്കോബിന്റെയും മാർവ്. മാർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെഞ്ചെന്നുള്ള അർത്ഥത്തിലല്ല, ഹൃദയം എന്നൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി, ചിന്ത, ഓർമ്മ, അങ്ങനെയൊക്കെ, അതാണ് അതിന്റെ അർത്ഥം. താങ്ക് യു അച്ഛാ, താങ്ക് യു. അച്ഛാ, പർഗറ്റോറിയുടെ കാര്യം പറഞ്ഞത്,
the Catholics, they refer to the story of Lazarus, purgatory. അവിടെ ലാസറസ് മരിച്ചു കഴിഞ്ഞ് പോയ the rich man മരിച്ചു കഴിഞ്ഞ് പോയ സ്ഥലമാണ്, that is called purgatory. അതുകൊണ്ടാണ് അവർ വിശ്വസിക്കുന്നത്. So is that truly what, I mean, how do we say we defend? ഓക്കെ, അതിന്റെ ഉത്തരം പറയാം. ലാസറും അല്ല ധനവാൻ, പുള്ളിക്ക് പേരില്ല കേട്ടോ. Rich man and Lazarus. അതെ അതെ, ഒന്ന് ആലോചിക്കണം, ആ മനുഷ്യന് പേരില്ല. പേരില്ല കൃഷി. പുള്ളി വലിയ റിച്ച് ആയിരുന്നു, ഇവിടെ മരിച്ചു, പേരില്ല. ധനവാൻ എന്നാണ് പുള്ളിയുടെ പേര്. റിച്ചി എന്ന് വിളിക്കാം നമുക്ക് വേണമെങ്കിൽ. മിസ്റ്റർ റിച്ചി മരിച്ചിട്ട് അവിടെ എങ്ങാണ്ട് ചെന്നു. എവിടെയാണ് ചെന്നേക്കുന്നത് അറിയത്തില്ല. അറിയത്തില്ലാത്തൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ആ സ്ഥലം അവിടെ നിന്നുകൊണ്ട് ആരോട് സംസാരിക്കുന്നു? അബ്രഹാമിനോട് സംസാരിക്കുന്നു. അവിടെ പുള്ളിക്ക് എന്തെങ്കിലും പ്രത്യാശയുള്ള ഒരു വാക്കെങ്കിലും അബ്രഹാം പറഞ്ഞോ? ഇല്ല. അവിടുത്തെ രക്ഷപ്പെടാം എന്നൊരു സംഗതി പറഞ്ഞോ? ഇല്ല. പറഞ്ഞില്ല. പിന്നെ എന്താണ് ശുദ്ധീകരണ സ്ഥലത്തിന്റെ ഒരു ആവശ്യം? എന്താ പിന്നെ അങ്ങനത്തെ ഒരു സ്ഥലത്തിന് ശുദ്ധീകരണം എന്ന് വിളിക്കാൻ ഒക്കുവോ? എനിക്ക് ഉത്തരം ക്ലിയർ ആവുന്നുണ്ടോ? അതൊരു വെയിറ്റിംഗ് പ്ലേസ് ആണെന്ന്. പക്ഷെങ്കിൽ അവിടെ നിന്നാണല്ലോ നമ്മളെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് വെയിറ്റിംഗ് പ്ലേസ് അല്ല. കാരണം പുള്ളിക്ക് ഒരു രക്ഷയും പിന്നെ അവിടെ നിന്ന് ഹോപ്പ്. അപ്പൊ പിന്നെ പുള്ളി അദ്ദേഹം പറയുന്ന, ഈ റിച്ചി പറയുന്ന ഒരു വാക്കുണ്ട്, എന്നാ പിന്നെ ഈ ലാസറിനെ അറിയാ, ലാസറിനെ വിടണം ഭൂമിയിൽ. എന്റെ അനിയന്മാരുടെ അടുത്തേക്കൊന്ന് വിടാമോ? അപ്പൊ പറയുന്നത് എന്നാ, മോശയും പ്രവാചകന്മാരും അവര് നന്നാൻ പോണില്ല, മോശയും പ്രവാചകന്മാരും അവിടെ ഉണ്ട്, അവരെ കൊണ്ട് നന്നായിച്ചാ മതി എന്ന് പറഞ്ഞ സത്യത്തിൽ നമ്മളോടാ പറയുന്നത്. മേക്ക് സെൻസ്? നമ്മളോടാ പറയുന്നത്. അങ്ങനെയാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത്. ഏതാ? ഇവിടെ ഭൂമിയില്ല. ഇപ്പം ഇവിടെ ഭൂമിയിൽ എന്നല്ല പറയുന്നത്. ഇപ്പോഴാണ് ഈ ശുദ്ധീകരണം നടക്കേണ്ടത്. ഈ നോമ്പിന്റെ പ്രാർത്ഥനയിലുള്ള ഒരു കഷ്ണം ഞാൻ ഷെയർ ചെയ്യാം. ശരീരവും ആത്മാവും ഒരുമിച്ചുള്ളപ്പോൾ ശരീരം ആത്മാവിനോടൊന്നിച്ച്, ശരീരം ഉപവസിക്കുമ്പോൾ ആത്മാവും ഉപവസിക്കേണ്ടതാകുന്നു. ഇത് കഴിഞ്ഞാൽ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് നോമ്പ് നോക്കണം. ഈ ഷിനിയുടെ ചോദ്യം എന്നെ വല്ലാതെ ഈ സൈക്കോളജിയിലെ ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് എന്നാന്നറിയാമോ? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹർട്ടുകൾ ഉണ്ടായിട്ടില്ലേ? ഇല്ലേ? നമ്മളെ ആളുകളെ അപമാനിച്ചു, ഹർട്ട് ചെയ്ത് ഉണ്ടാവുമല്ലോ, നമ്മളെ വേദനിപ്പിച്ചത്, ട്രോമാസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം പലതവണ നിങ്ങൾ പള്ളിയിൽ പോയി പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛന്മാരൊക്കെ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ക്ഷമിക്കണം 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 എന്നൊക്കെ പറഞ്ഞില്ലേ? എല്ലാവരും ക്ഷമിക്കുകയും ചെയ്തിട്ടില്ലേ? എന്നാ ഇനി കേട്ടു. ഞാനും ഇങ്ങനെയൊക്കെ ഒരുപാട് പണികളൊക്കെ കാണിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതിന് സമാനമായ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആകെപ്പാടെ റെസ്റ്റ്ലെസ് ആവും, വൾനറബിൾ ആവും, നമ്മൾ വല്ലാതെയാവും. നമ്മുടെ ബിഹേവിയർ അങ്ങ് മാറും, നമ്മുടെ മുഖം മാറും. ഇസ് ഇറ്റ്? എത്ര ശ്രമിച്ചാലും നമുക്ക് നിയന്ത്രിക്കാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? ക്ഷമിച്ചിട്ടില്ല. PTSD എന്ന് പറയുന്നത് ഈ 1960s ശേഷം കണ്ടുപിടിച്ച ഒരു സാധനം കേട്ടോ. ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. നമ്മൾ ക്ഷമിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ മനസ്സുകൊണ്ട് മാത്രമുള്ളൊരു സാധനമല്ല ക്ഷമ. പകരം ശരീരവും ആത്മാവിൽ ക്ഷമിക്കണം. രണ്ടും കൂടി ഒരുമിച്ച. മോഡേൺ സൈക്കോളജി ഈസ് ഗോയിങ് ഇൻ ദാറ്റ് ഡയറക്ഷൻ. ശരീരവും മനസ്സും ഒരുമിച്ച് ഉള്ള ക്ഷമ വന്നാൽ മാത്രമേ ക്ഷമയുള്ളൂ. അതാ ശരീരം കൂടെ ക്ഷമിക്കണം.